ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ആവി കയറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ആരൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഇത് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉടഞ്ഞു പോയിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഞാനിതോടൊക്കെ നല്ല രീതിയിൽ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മീഡിയം പഴുപ്പിലുള്ള പഴമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ രീതിക്കനുസരിച്ചാണ് ഇതിൽ മൈദപ്പൊടി ആഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി അധികമായിട്ട് വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണ് ഇത് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഴത്തിൻ്റെ രീതിക്കനുസരിച്ച് ചില പഴം എത്ര നല്ലതാണെങ്കിലും ഒന്ന് വേവിച്ചെടുത്താൽ ചിലപ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കും. അങ്ങനെയുള്ള പഴമാണെങ്കിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില പഴത്തിന് ചിലപ്പോൾ വെള്ളം കുറച്ചൊന്ന് ചേർക്കേണ്ടി വരും. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വെള്ളം ആവശ്യമായിട്ട് വന്നാൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാലോ അതല്ലാന്നുണ്ടെങ്കിൽ സാധാ വാട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ആദ്യം തന്നെ ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിവിടെ ഒരു ഫിംഗറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇതേ രീതിയിലാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അധികം കനത്തിലല്ലാത്ത രീതിയിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ പഴം ഓൾറെഡി വെന്തതാണെങ്കിലും അതിനുള്ളിലുള്ള മൈദപ്പൊടിയൊക്കെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അധികം കനത്തിലല്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാതും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോന്ന് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ. എന്നാലാണ് പുറം ഭാഗവും ഉള്ളും ഒരേപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റോ 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ തന്നെ വെന്ത് കിട്ടും. എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. ഇതേപോലെ ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാനിവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ ഉള്ളൊക്കെ നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ സൈസിലുള്ള ഒരു 10-20 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു 2 പഴത്തിൽ നിന്ന്. അപ്പോൾ രണ്ടാമത്തേതും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി കോരി മാറ്റി വെക്കാം. അപ്പോൾ വീട്ടിൽ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുതേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.